എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തിൻ്റെ അവസാന ദിനം മാത്രമല്ല, ഈ വർഷത്തിൻ്റെ അവസാന ദിനം കൂടിയാണ് ഇന്ന്. നാളെ പുതുവർഷം മാത്രമല്ല, പുതിയ നൂറ്റാണ്ട് കൂടിയാണ് പിറക്കുന്നത്. കർക്കിടകത്തിൻ്റെ വറുതികളെല്ലാം കഴിഞ്ഞ് പൊന്നിൻ ചിങ്ങപ്പുലരിയെ പ്രതീക്ഷാപൂർവ്വം നമുക്ക് വരവേൽക്കാം. ചിങ്ങമാസം 1 മുൻപേ തന്നെ നമ്മുടെ വീടെല്ലാം വൃത്തിയാക്കണം. ചിതലും മാറാലയുമെല്ലാം തൂത്തുവാരി തുടച്ചു മാറ്റണം. ഇനി നമുക്ക് ചാണകവെള്ളം ആണ് പണ്ടൊക്കെ തളിച്ചിരുന്നത്. ഇപ്പോൾ അതിനൊന്നും ആർക്കും അങ്ങനെ സാധ്യമല്ലല്ലോ. നമ്മൾ ചാണകവെള്ളത്തിന് പകരം ഉപ്പുവെള്ളമോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളമോ എന്തെങ്കിലും ഒന്ന് വീടിന് ചുറ്റുപുറം തളിക്കുക. വീടിൻ്റെ ഉള്ളിലും അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് എനർജികളും പോയി പോസിറ്റീവ് എനർജി വരുന്നു. നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ വീടെല്ലാം തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കണം. അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ പ്രത്യേകമായി ചിങ്ങമാസത്തിന് 1 മുൻപേ തന്നെ എല്ലാ ചെതലും മാറാലയും ഒക്കെ വൃത്തിയാക്കുക. അതുപോലെ തന്നെ പൂജാമുറിയും പ്രത്യേകമായി നമ്മൾ വൃത്തിയാക്കേണ്ടതുണ്ട്. പൊടിയോ മാറാലയോ ഒന്നും നമ്മുടെ ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് മുന്നിലോ ഫോട്ടോയിലോ റൂമിലോ ഒന്നും പൂജാമുറിയിലോ ഒന്നും പാടില്ല. മുറ്റത്തെ തുളസിത്തറയുണ്ടെങ്കിൽ തുളസിച്ചെടി നന്നായി പരിപാലിക്കുകയും വേണം. രാവിലെ കുളി കഴിഞ്ഞ് തുളസിത്തറയ്ക്ക് ചുറ്റും ഒന്ന് വലം വയ്ക്കുകയും ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ലക്ഷ്മി സാന്നിധ്യം ഉറപ്പാക്കുക കൂടി ചെയ്യുകയാണ്. ലക്ഷ്മി സാന്നിധ്യം അല്ലെങ്കിൽ ദൈവിക ഒരു ചൈതന്യം കൂടുതലുള്ള ഒരു ചെടിയാണ് തുളസി. തുളസി തറയില്ലാത്തവർ വീട്ടിൽ തുളസി ചെടിയുണ്ടെങ്കിൽ അതിനെ പരിപാലിക്കുക. ചിങ്ങമാസത്തിൻ്റെ മുന്നോടിയായി ഉള്ള ഒരു ആഘോഷമാണ് നിറപുത്തരി. കർക്കിടകത്തിലെ പഞ്ഞമാസം കഴിഞ്ഞ് കാർഷിക വിളവെടുപ്പിൻ്റെ ഒരു ആഘോഷം. ശ്രീകൃഷ്ണൻ്റെ ജന്മമാസം കൂടിയാണ് ചിങ്ങമാസം. ശ്രീകൃഷ്ണ ജയന്തി ചിങ്ങമാസത്തിലാണ്. വാമനാവതാരവും ചിങ്ങമാസത്തിലാണ്. ചിങ്ങമാസത്തിൽ നാരായണീയം ജപിക്കുന്നതും കേൾക്കുന്നതും അതിവിശിഷ്ടമാണ്. നാരായണീയം തികഞ്ഞ ഭക്തിയോടെ നിത്യവും പാരായണം ചെയ്യുന്നവർക്ക് ഒരു അസുഖവും ഉണ്ടാകില്ലെന്നും ശ്രീകൃഷ്ണാനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. കുട്ടികളുടെ ഉയർച്ചയ്ക്കും ഭഗവാന്റെ സാന്നിധ്യവും നാരായണീയം ജപിക്കുന്നതിലൂടെ സാധ്യമാകുന്നു. നാരായണീയമൊക്കെ നിത്യവും ജപിക്കുന്നത് വളരെ ഗുണകരമാണ്. ഇനി നാരായണീയം നിത്യവും ജപിക്കാനായില്ലെങ്കിൽ നിത്യവും കേൾക്കുകയെങ്കിലും ചെയ്യുക. അതുകൊണ്ട് തന്നെ ചിങ്ങമാസത്തെ നാരായണീയ മാസമായും പറയുന്നുണ്ട്. ചിങ്ങമാസം ഭാഗവത മാസമായും പറയുന്നുണ്ട്. അതിനാൽ ചിങ്ങമാസത്തിൽ ഒരു ഭാഗവതം വാങ്ങി നിത്യേന പാരായണം ചെയ്യുകയും ചെയ്യാം. അതിനാൽ തന്നെ ചിങ്ങമാസത്തിലുള്ള വഴിപാടുകളും പൂജകളും ക്ഷേത്രദർശനങ്ങളും നമ്മുടെ നാമജപങ്ങളും എല്ലാം വളരെ കൂടുതൽ ഗുണം നൽകുന്നു. നമ്മുടെ എല്ലാം ആഘോഷമായ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷമായ ഓണവും ചിങ്ങമാസത്തിലാണ് വരുന്നത്. ചിങ്ങമാസം പൊതുവെ സമൃദ്ധിയുടെ മാസമാണ്. ചിങ്ങമാസം 1 രാവിലെ നിറദീപം കത്തിക്കുക. പോസിറ്റീവ് എനർജി തിങ്ങി നിറയുന്നതാണ്. എല്ലാ ദേവീ ദേവന്മാരും നമുക്കായി അനുഗ്രഹം ചൊരിയുന്ന മാസം കൂടിയാണ് ചിങ്ങമാസം. കർക്കിടകത്തിൻ്റെ വറുതികളെല്ലാം കഴിഞ്ഞ് കാർഷിക വിളവെടുപ്പിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും നാളുകളാണ് ഇനി മലയാളികൾക്ക്. സമ്പദ് സമൃദ്ധിയുടെ പൊന്നിൻ ചിങ്ങപ്പുലരിയിലേക്ക് പ്രതീക്ഷയോടെ നമുക്ക് ചുവടുറപ്പിക്കാം. പുതിയ വർഷവും പുതിയ നൂറ്റാണ്ടിലേക്കുള്ള ചുവടുവയ്പ്പും നമ്മുടെ ജീവിതയാത്രയ്ക്ക് പുതിയ ഊർജം നൽകട്ടെ.